ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോഴത്തേനും കഴിഞ്ഞ ഒരു വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ അതാ ഇക്കാക്ക് രാവിലെ തന്നെ ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ തന്നെ പോയി. അപ്പോൾ ഇക്കായ്ക്ക് ഞാൻ ഓവർനൈറ്റ് ഓട്സാണ് കൊടുത്തത്. പിന്നെ സാറായിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചു, ഏത്തപ്പഴവും പാലും. അപ്പോൾ രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പോൾ എനിക്ക് ഇന്ന് ഇതാണ് തോന്നിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി സെറ്റ് ഞാൻ ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് 3 ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ തന്നെ നമ്മുടെ റെഡ് കളറ് ചട്നിയും വൈറ്റ് കളറ് ചട്നിയും. പിന്നെ എന്നും ഞാൻ ഇഡ്ഡലി സെറ്റ് എന്ന് പറയുമ്പോൾ ഇഡ്ഡലി സെറ്റ് മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ 1-2 ഉഴുന്നുവടയും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ അതും കൂടി ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ചേർത്ത് വെച്ചു. അപ്പം വളരെ രാവിലെ ആയതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ക്രിസ്പി വളരെ ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്നുവടയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേനും അതിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ മാറി ഇത് വേറൊരു രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ആയതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട. അപ്പോൾ ഞാൻ ആദ്യം ഉഴുന്നുവട ആ സാമ്പാറിലും ചട്നീസിലും ഒക്കെ ഒന്ന് മുക്കി കഴിച്ചു. വളരെ ടേസ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ ഇന്ന് ഇഡ്ഡലി എന്ന് പറയുന്നത് ചട്നീസും സാമ്പാറും എല്ലാം അതിൽ മുക്കിയാണ് കഴിക്കുന്നത്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 1 കപ്പ് ചായയും. നമ്മുടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ചട്നിക്കും അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ വളരെ ഒരു എരിവോട് കൂടിയിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഗ്രീൻ ആപ്പിൾ ഒരു യെല്ലോ കളറ് ആപ്പിളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ബൗള് ആപ്പിൾ കട്ട് ചെയ്തു അത് കഴിച്ചു. അപ്പോൾ രാവിലെ ഫ്രൂട്ടായിട്ട് എടുത്തിരുന്നത് ഈ ഒരു ആപ്പിളാണ്. പിന്നെ അതിന് ശേഷം രാവിലെ കാര്യമായിട്ട് കുക്കിങ്ങും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലഞ്ചിനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേനും ചീത്തയായി പോകാൻ ചാൻസ് ഉള്ള 1-2 വെജിറ്റബിൾസ് നോക്കി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേനും നമ്മുടെ മുരിങ്ങയ്ക്കായും പാവയ്ക്കായും. അപ്പോൾ ആ 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചീത്തയായി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ്, ഓൾമോസ്റ്റ് വെജിറ്റബിൾസിൽ എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചും അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക കൊണ്ടും ഫിഷ് അങ്ങനെയുള്ള ഇന്ന് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാവയ്ക്ക വളരെ തിന്നായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കട്ട് ചെയ്ത് മാറ്റി. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കായും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് കുക്കിങ്ങിലേക്ക് കയറുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു പാൻ എടുത്തു. ആ പാനിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ മുരിങ്ങയ്ക്ക എന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം വേവുണ്ട്. ഇത് നമുക്ക് എളുപ്പപ്പണിക്കാണെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് 1-2-3 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ പിന്നെ ആ ഒരു കാര്യം പിന്നീടാണ് ഓർത്തത്. ഇത് അത്യാവശ്യം ടൈം എടുത്തിട്ട് ആണ് വേകുന്നത്. എന്തായാലും മുരിങ്ങയ്ക്ക വേവാനായിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നെക്സ്റ്റ് നമുക്ക് പാവയ്ക്ക കുക്ക് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെന്താ കറിവേപ്പില, പിന്നെ സവോള, പിന്നെ പാവയ്ക്ക വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പാവയ്ക്ക എന്ത് ചെയ്യുന്നു, നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പാവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പ് രസം അധികം ഇഷ്ടമില്ലാത്തവർ പാവയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഉപ്പും ചേർത്ത് കുറച്ച് നേരം അടച്ച് വെക്കുക. അതിനുശേഷം ആ പാവയ്ക്ക പിഴിഞ്ഞതിന് ശേഷം അതിതുപോലെ ഫ്രൈ ചെയ്യാനായിട്ട് ഇടുക. പക്ഷേ എനിക്ക് ആ പാവയ്ക്കയുടെ കയ്പ്പ് രസത്തോട് കൂടിയിട്ട് വളരെ ഫ്രൈഡായിട്ടുള്ള ബിറ്റർ ഗേർഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഉപ്പ് ചേർക്കുകയോ പിഴിഞ്ഞ് കളയുകയോ ഒന്നും ചെയ്തിട്ടില്ല.
അപ്പോൾ പിന്നെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സവോള ഇടുന്നോ ഫ്രൈഡ്, അതായത് ഇതിൻ്റെ ഈ കറിയുടെ ഇടയിൽ, അതായത് ഈ പാവയ്ക്ക ഫ്രൈഡ് ഇടയിൽ നമുക്ക് ഫ്രൈഡ് ആയിട്ടുള്ള സവോള എത്രത്തോളം കടിക്കാൻ കിട്ടുന്നോ അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചിലർ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഞാൻ കുറച്ച് കൂടുതൽ പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് തന്നെ ചേർത്തിട്ടുണ്ട്. ആ ഒരു എരിവ് എനിക്ക് മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പാവയ്ക്ക എന്ന് പറയുമ്പോൾ എനിക്ക് പാവയ്ക്ക എന്ന് പറയുന്നത് പണ്ടൊന്നും ഒരുപാട് അത്ര വലിയ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പാവയ്ക്ക ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതും അതുപോലെ തന്നെ പാവയ്ക്ക തോരൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഒരു പിടി തേങ്ങ ഒക്കെ ചേർത്തിട്ട്, അപ്പോൾ പാവയ്ക്ക തോരനും അതുപോലെ തന്നെ പാവയ്ക്ക അരച്ച് ചാറുകറിയുണ്ട്, നമ്മുടെ പുളിയൊക്കെ വാളംപുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള, ഇതുപോലെ ആദ്യം വറുത്ത് കോരുക, അതിന് ശേഷം പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമുള്ള ഒരു സ്പെഷ്യൽ ചാറുകറി. അങ്ങനെ പാവയ്ക്കയുടെ റെസിപ്പീസൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പർച്ചേസിന് പോയപ്പോൾ കുറച്ച് പാവയ്ക്ക എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ലഞ്ചിന് ചോറ് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് അതിരുന്ന് ചീത്തയായി പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ പാവയ്ക്കായും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ പാവയ്ക്ക എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട്. കുറച്ചും കൂടെ ഇപ്പോൾ അടുത്ത് തന്നെ നിൽക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഇത് കുക്ക് ചെയ്യണം, എങ്കിലാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പാവയ്ക്ക ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങക്കോല് കറിയും ഒക്കെ വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇക്കായ്ക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള കറികളൊന്നും അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക് ഡേ ആകുമ്പോഴത്തേനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീക്ക് ഡേയ്സ് ആകുമ്പോൾ ഞാൻ പല ഐറ്റംസ് ഇതുപോലെ വെജിറ്റബിൾസിൽ തന്നെ പല ഐറ്റംസാണ് ട്രൈ ചെയ്യുന്നത്. ഇക്ക ഉള്ള ദിവസങ്ങളിൽ, അതായത് സാറ്റർഡേയ്സിൽ അല്ലെങ്കിൽ ഫ്രൈഡേയ്സിൽ ഇക്ക ഉള്ള ദിവസങ്ങളിൽ ഇക്കാക്ക് ഇഷ്ടമുള്ള ആ ഒരു കോംബോ ആണ് റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഞാനിത് എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പാവയ്ക്കയുടെ ആ ഒരു, നമുക്ക് വറുത്ത് കഴിയുമ്പോഴത്തേനും പാവയ്ക്കയുടെ ആ ഒരു ഒരുപാട് കയ്പ്പ് രസം നമുക്ക് കിട്ടത്തില്ല. എന്നാൽ ഒരു കയ്പ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയോ ഒരു കയ്പ്പ് ഉണ്ട് താനും. അപ്പോൾ ഞാൻ പാവയ്ക്ക ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ട് അത് പതിയെ ഇരുന്ന് വേവുകയാണ്. അപ്പോൾ നമുക്ക് കുക്കറിലാണെങ്കിൽ ഇത് ഈസിയാണ്. ഒരു 2 വിസിൽ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേവായിട്ട് നമുക്ക് കിട്ടിക്കോളും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മുരിങ്ങക്കോല് തോരൻ വെക്കാനാണ്. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. ഒരു പിടി തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അത് ഞാൻ വെന്ത നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ ചെയ്തായിരുന്നു. ഞാൻ ഒന്ന് താളിച്ചു. അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മുരിങ്ങയ്ക്ക ഒന്ന് ആ വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് ഞാൻ അരപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ താളിച്ച് നമ്മൾ മുരിങ്ങയ്ക്ക വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റി കടുക് പൊട്ടിച്ച് ഇന്ന് അങ്ങനെയാണ് വെച്ചത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം വെച്ചപ്പോഴത്തേനും നമ്മൾ ഡയറക്റ്റ് മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചതിന് ശേഷം പച്ചത്തേങ്ങയുടെ നമ്മുടെ അരപ്പുണ്ടല്ലോ, അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചു. എനിക്ക് അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ താളിക്കാതെ ആ കടുക് പൊട്ടിക്കാതെയുള്ള ആ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള കറികൾ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക ഫ്രൈ അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കൊഴുവ അല്ലെങ്കിൽ നെത്തലി നന്നായിട്ട് കഴുകി അതിലത്തെ വെള്ളമൊക്കെ പോകാനായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു പാർട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ നെത്തലി പീര വെക്കാനായിട്ട് ഞാൻ ചെറിയൊരു പോർഷൻ മാറ്റുകയാണ്. ഇന്ന് ഞാൻ ഇത്രയും മാത്രമേ പൊരിക്കാനായിട്ട് മാറ്റുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും പിള്ളേരേ ഉള്ളൂ, ഇപ്പോൾ ഇക്ക ലഞ്ചിനില്ലാത്തത് കൊണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച്
മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാറാകുന്ന ആ ഒരു ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണ് ഈ നെത്തോലി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് അതിൻ്റെ മസാല അരപ്പൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഫിഷ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. അപ്പോൾ കറികളെന്ന് പറയുന്നത് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറയുന്നത് പാവയ്ക്ക പൊരിച്ചതും അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക തോരനും അതുപോലെ തന്നെ പിന്നെ ഫിഷ് ഫ്രൈയും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികളെന്ന് പറയുന്നത്. വലിയ ആർഭാടമായിട്ടുള്ള ഒരു ലഞ്ചൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണ്. അപ്പം ഞാൻ ഒഴിച്ചുകറിയായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം എനിക്ക് തോരനും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഡീപ്പ് ഫ്രൈ ഐറ്റംസൊക്കെ ചെയ്യുമ്പോഴത്തേനും അത് ചോറുമായിട്ട് ചേർത്ത് കഴിക്കാനാണ് ഇഷ്ടം. ഈ ഒഴിച്ചുകറിയൊക്കെ കഴിച്ച് എല്ലാം കൂടെ ഒഴിച്ച് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് കുഴച്ച് കഴിക്കുന്നതിനേക്കാളും ആ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ ആ തോരനൊക്കെ ചേർത്ത് ചോറ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ടേസ്റ്റൊക്കെ കൂടാനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഫിഷൊക്കെ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ഡീപ്പ് ഫ്രൈ ആവുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഫിഷും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറികളെല്ലാം ഓരോന്നോരോന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ചോറ് ഓൾറെഡി ആദ്യം തന്നെ വെച്ചായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിഷും ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ടേബിളിലേക്ക് എല്ലാം സെർവ് ചെയ്യുന്നില്ല. കിച്ചണിൽ വെച്ച് തന്നെ എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഞാൻ വിളമ്പുകയാണ്. നല്ല ചൂട് ചോറ്, ആവശ്യത്തിന് എനിക്ക് കഴിക്കാനുള്ള ചൂട് ചോറ് വിളമ്പി. അപ്പോൾ എല്ലാം ഫ്രഷ്ലി പ്രിപ്പയറായിട്ട് എല്ലാം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ ചൂടോട് കൂടിയിട്ട് കുറച്ച് ഫിഷ് ഫ്രൈ എടുത്തു. എല്ലാം ഞാൻ ആ ഒരു കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഒന്നും ഞാൻ ടേബിളിലേക്ക് ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. പിന്നെ നമ്മുടെ ചൂടോട് കൂടിയിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഭയങ്കര ടേസ്റ്റുണ്ട്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പച്ചമുളകും അതുപോലെ തന്നെ സവോളയൊക്കെ കുറച്ച് കൂടുതൽ ഇടണം. അത് സവോളയൊക്കെ ആ ഒരു ഫ്രൈഡ് പാവയ്ക്കയുടെ കൂടെ ആ ഫ്രൈഡ് ഓണിയനൊക്കെ കടിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. ഞാൻ പിക്കിൾസോ അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടിയോ കേടോ ഒന്നും എടുക്കുന്നില്ല. എനിക്കതാണ് പറഞ്ഞത്. ഇപ്പം ഈ ഒരു അരപ്പോട് കൂടിയിട്ട് ഈ ഒരു നമ്മുടെ മുരിങ്ങയ്ക്ക തോരനുണ്ടല്ലോ, ആ ഒരു തോരൻ്റെ ആ ഒരു അരപ്പോട് കൂടിയിട്ട് ആ ഒരു പാവയ്ക്ക ആ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ മോര് കാച്ചലോ പരിപ്പ് കറിയോ അതുപോലെ തന്നെ രസമോ അങ്ങനെ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണ് അതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷൊക്കെ എന്ന് പറയുന്നത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ആ ഫിഷിൽ കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ടത് കൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഫുഡിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇങ്ങനെ പല വെജിറ്റബിൾസ് വാങ്ങിച്ച് ഇങ്ങനെ റെഡിയാക്കി കഴിക്കാനായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് ഒക്കെ ആയി, നമ്മുടെ ലഞ്ച് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വാങ്ങിച്ച ഒരു ഉഴുന്നുവട ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നുവടയും സാമ്പാറും ചട്നിയും ചേർത്തിട്ട് വൈകുന്നേരം കഴിച്ചു. അപ്പം ചായയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി ഉഴുന്നുവട കുറച്ച് തണുത്തായിരുന്നു. അപ്പോൾ ഒരെണ്ണമായിട്ടിരിക്കുന്നത് കൊണ്ട് അത് ചൂടാക്കാനൊന്നും പോയില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവട ആ സ്പൈസി ആയിട്ടുള്ള സാമ്പാറിലും ആ സ്പൈസി ചട്നിയിലും ഒക്കെ മുക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല വളരെ ടേസ്റ്റിയാണ്. നമുക്ക് രാവിലെ ആ ഒരു ഇഡ്ഡലി സെറ്റും ഒരു വടയൊക്കെ കഴിച്ചതുകൊണ്ട് ഒരു ഉഴുന്നുവട ബാക്കി അവിടെ ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ഈവനിങ് ആയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചേമ്പിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒന്ന് കുക്കറിൽ വെച്ച് വേവിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പച്ചമുളക് ചമ്മന്തി റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് പച്ചമുളകും കൊച്ചുള്ളിയും കുറച്ച് വാളംപുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഒന്ന് അരച്ചിട്ട് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആവശ്യത്തിന് വെളിച്ചെണ്ണ ചാലിച്ച് പിന്നെ ഉപ്പ് എത്രത്തോളം വേണോ അതും കൂടെ ചേർത്തിട്ട്, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പച്ചമുളക് കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തി. ഇത് നമ്മുടെ കപ്പയുണ്ടല്ലോ, കപ്പയ്ക്കും അതുപോലെ തന്നെ ചേന, ചേമ്പ്, ഈ വക എല്ലാ ഐറ്റംസിനും ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ചോറിനൊക്കെ വളരെ സൂപ്പറായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചട്നിയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും 2-3 ചേമ്പ് ഇരുന്നു. അപ്പോൾ അത് വെറുതെ ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുളക് ചമ്മന്തിയും കൂട്ടി ഇപ്പോൾ ചൂടോട് കൂടിയിട്ട് പുഴുങ്ങിയ ചേമ്പ് കഴിക്കുകയാണ്. അപ്പം ആ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കൊച്ചുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ പുളിയുണ്ടല്ലോ, വാളംപുളിയൊക്കെ ഇട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചാലിച്ച് അവിടെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ ഈവനിങ്ങിന് ഇന്ന് കഴിച്ചത്, പ്രത്യേകിച്ച് ഇന്ന് കൂടുതൽ സ്നാക്സ് ആയിട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതിരുന്നത് കൊണ്ട് ഇതങ്ങ് കഴിച്ച് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചേമ്പ് പുഴുങ്ങിയതും അതുപോലെ തന്നെ മുളക് ഉടച്ചതും. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡിന്നർ ആയി. അപ്പോൾ ഡിന്നർ ടൈം ആയപ്പോഴത്തേനും ഇന്ന് ചപ്പാത്തിയാണ് ഡിന്നറിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഇത് ദാൽ കറി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുളകൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള ദാൽ കറിയും ചപ്പാത്തിയും. അപ്പോൾ ചപ്പാത്തിക്ക് അടിപൊളി കോമ്പിനേഷനാണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്ക് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ദാൽ കറിയും. അപ്പോൾ അപ്പോൾ ഇതാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഡ്ഡലി സെറ്റും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഒരു നാടൻ ചേമ്പും അതുപോലെ തന്നെ മുളക് ഉടച്ചതും പിന്നെ രാത്രിത്തെ എൻ്റെ സിമ്പിൾ ഡിന്നറ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള എൻ്റെ ഡിന്നർ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആയിരിക്കും. അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേയ്സിൽ കുറച്ച് സ്പെഷ്യലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഔട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഈ ഒരു ദാൽ കറി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ദാൽ കറിയാണ്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ പരിപ്പ് കറിയൊക്കെ ചേർത്തിട്ട് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഡിന്നർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരാം.